ഹലോ ഗായ്സ്, നമസ്കാരം. അബ്സ്കൗണ്ടഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൊത്തം ഇരുട്ടല്ലേ, ഇനി നമുക്ക് വെളിച്ചത്തിലേക്ക് പോകാം. കിട്ടിയതാ. അപ്പം പരിപാടി വേറൊന്നുമല്ല, ഉറങ്ങിപ്പോയി. ട്രിപ്പ് പോകേണ്ടിയായിരുന്നു. 12 മണിക്ക് പോകണം. 11 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. ഒരു 9 മണിക്കൊന്ന് കിടന്നുറങ്ങി. നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായില്ലേ കണ്ടിട്ട്. അപ്പോൾ വീണ്ടും തുടങ്ങിയെന്ന്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങളിൽ ഒന്ന്, നമ്മളെ എടുത്തുകൊണ്ടുവന്നൊരു സാധനമുണ്ട്. എൻ്റെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയൊരു സാധനം, നമ്മളെ 800. അതിന് തിരിച്ചു കൊണ്ടുവരണം. വലിയ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ആ വണ്ടീനെ തിരിച്ചാദ്യം റോട്ടുമ്പിലേക്ക് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന് കഷ്ടപ്പെട്ടേ പറ്റൂ. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ലക്ഷ്യം. പിന്നെ ബാക്കി ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ യാത്ര എറണാകുളത്തേക്ക്. ബൈ ബൈ. അപ്പോൾ ഡ്രസ്സ് എടുക്കണം, ചാവി എടുക്കണം, AC ഓഫ് ആക്കണം. ഡ്രസ്സ് എടുക്കണം, ചാവി എടുക്കണം, പോകണം. ഓക്കെ, വരുതാ അതിലോട്. ഓക്കെ, എടുത്തിട്ടാണ് പോകണ്ടേ. കൊച്ചിയിലേക്ക് വീട്ടു സാധനമാണ്, കൊച്ചിയിലേക്കാണ് പോകണ്ടേ. ഓക്കെ, നമ്മൾ വന്നാൽ പോവാം. ഇവരിക്കും ഫ്രണ്ടിലേക്കോ ആവശ്യങ്ങളില്ല, ബാക്കിലേക്കോ. ണ്ട് പറക്കുന്നില്ല വഴി. സ്റ്റാർട്ട് ദ ജേർണി ഫ്രം കുറച്ച് അല്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് കഴിഞ്ഞു.
വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2-3 കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, തൊപ്പീൻ്റെ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. തൊപ്പീൻ്റെ ഗ്യാങ്. ഞാൻ ചോദിക്കുന്നത്, ഇവരിത്രയും അലമ്പാന്ന്, ഇവരെന്ത് നല്ല കാര്യമാണ് സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നില്ല? ഒരു പുല്ലും ചെയ്യുന്നില്ല. ഇവരെന്നാ കല്ലടിക്കാനും കഞ്ചാവടിക്കാനും ഒരു റൂം എടുത്ത് അവിടെ നിന്ന് സ്ട്രീം ചെയ്ത് നമ്മളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി, ആ പൈസേനെ കൊണ്ട് അവരാതും പറഞ്ഞു നടക്കുന്ന ഇവന്മാരെന്തിനാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല? കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം തോപ്പിയാൽ XOR Y. അപ്പോൾ നിങ്ങൾ പറയും, നീ ഓനച്ചൊറിഞ്ഞിട്ടല്ലടാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെ നീ ഓനച്ചൊറിഞ്ഞിട്ടല്ലേ റീച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം ഒന്നല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയും ഫാദേഴ്സ് നമ്മളുണ്ടാക്കിയ ഉപ്പയും ഉമ്മയാന്ന് ശരിയെന്നില്ല കാര്യം. കാരണം ഒരിക്കലും ഒരു പാരൻസും സ്വന്തം മക്കളെ തള്ളിപ്പറയില്ല, അല്ലെങ്കിൽ മക്കളെ ഒഴിവാക്കൂല. കാരണം സ്വന്തം ചോരയാണല്ല. ഒരു ഉമ്മയും ഉപ്പയും ഒഴിവാക്കണമെങ്കിൽ അവൻ്റെ ക്വാളിറ്റി എന്താ നിങ്ങളും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പോരെ. ഉമ്മയും ഉപ്പയും വീട്ടിൽ കയറണ്ട, അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കുക ആ ഒരു ലെവലിലേക്ക്. ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടും അവൻ്റെ ഉപ്പ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാത്ത പൈസയല്ല, ആ മനുഷ്യനെല്ലാം വെച്ച് കഴിഞ്ഞാൽ. കാരണം ഈ തൊപ്പി എന്ന് പറയുന്ന പൊന്നുമോൻ നമ്മളെ നാട്ടിലാണ്. ആ അവൻ്റെ ഉപ്പാനങ്ങ് പേഴ്സണലി അത്ര വലിയ പരിചയമില്ലെങ്കിലും ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ട മനുഷ്യനാണ്. കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല മനുഷ്യനാണ്. അവൻ്റെ ഉപ്പാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം എല്ലാവരും ചിന്തിച്ച് നോക്കണം. അവൻ്റെ ഉപ്പാൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ലേ? അവൻ്റെ ഉപ്പാൻ്റെ ഭാഗത്ത് ശരി മാത്രമേ ഉള്ളൂ. കാരണം ഒരു മോൻ ആറ്റുനൂറ്റ് വളർത്തിയ മോൻ 10ാം ക്ലാസ് പഠിക്കുമ്പം തന്നെ മോശന കുറ്റത്തപ്പെടുക, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക, ഇത് നോർമലി ജീവിക്കുന്ന ഒരു പാരൻസിനും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഓൻ പറയുന്നത് എൻ്റെ പോലെ ഭയങ്കര ഓർത്തഡോക്സാണ്, അത്ര വലിയ ഓർത്തഡോക്സും കാര്യങ്ങളൊന്നുമല്ല മൂപ്പർ. മൂപ്പർ അത്ര ടോക്സിക്കും അല്ല. മൂപ്പർ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന്. ഓനിതൊന്നും പറ്റൂല. ഓനിങ്ങനെ എന്നാ പറയുക, റാത്തായിട്ട് നടക്കണോ? അതിന് ഉപ്പ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ പുരക്കാരൊരു ബാധ്യതയാണ്. ഇപ്പം ചോദിക്കും ഓൻ അങ്ങനെ ഉണ്ടാക്കിയില്ല, ഓൻ അങ്ങനെ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഓൻ എങ്ങനെ റീച്ച് ഉണ്ടാക്കിയ നല്ല രീതിയിട്ടാണോ? നെഗറ്റിവിറ്റി അല്ലേ? ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മളെ കുഞ്ഞു പിള്ളേരല്ലേ, കുഞ്ഞു മക്കളെയല്ലേ. ഇപ്പം ചീത്ത വിളിക്കുന്നതെല്ലാം നമുക്കെല്ലാം ഇപ്പം പേടിയാണ്. ഒരു സദസ്സിന്ന് ചീത്ത വിളിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിക്കൽ ഇതെല്ലാം പറഞ്ഞാൽ നമുക്കിപ്പം പേടിയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ആ ഒരു വിഷയമല്ല, ചീത്ത വിളിയൊന്നൊരു വിഷയമല്ല. അത് പുഷ്പം ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചീത്ത വിളിക്കുന്നു. അതിലെന്നാ ഇങ്ങനത്തെ ഓരോന്നിനെ കൊണ്ടാണ്, ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ കാണുന്നുണ്ടാണ്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചെറിയ ചെറിയ മക്കളെയാണ്. നമ്മൾ തലമുറേനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഓരോ പരിപാടി ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 ടീമിൻ്റെ അടിച്ചു പോകണം. യൂട്യൂബ് അടിച്ചു പോകണം, എല്ലാം അടിച്ചു പോകണം. ഇന്ന് നാട് തന്നോ ഉള്ള പറയാലോ. ഇനിയിപ്പോൾ ഇതും പറഞ്ഞിട്ട് എൻ്റെ മേത്തേക്ക് കയറിയിട്ട് ആരും വരാൻ നിൽക്കണ്ട. അപ്പം പറയും നീ ഓനെ വിറ്റിട്ട് പൈസയാക്കുന്നു, ഓൻ ഇതാക്കിയിട്ട് പൈസയാക്കുന്നു, അങ്ങനെയാക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിട്ട് ഒന്നും അതിനൊന്നും പറയാനില്ല. നമ്മളെ വണ്ടി എടുക്കുക, കുറച്ച് വീഡിയോ എടുക്കുക, ഒരു 150 ആൾ കാണാൻ പോവുക, അത്രേ നമുക്ക് ആഗ്രഹമില്ല. അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ഇത് പറയണമെന്ന് തോന്നി. കാരണം 2 ടീമും കണക്കാം. ഏകദേശം അവരെ വീഡിയോസ് കണ്ടെടുത്തോളം 2 ടീമും കണക്കാം. ഒരു ചെയ്തു കൂട്ടിയത് അതിനും മാത്രമുണ്ട് 2 ആൾ. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരുന്നത് ചെയ്തു കൂട്ടിയത് ഒരിക്കലും നമ്മളെ കേരളത്തിലൊന്നും നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല അവരാ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തു കൂട്ടിയത്. സോ മനസ്സിലാക്കാം. യാത്ര ചെയ്ത് കറങ്ങി നമ്മൾ എറണാകുളത്തെത്തി. നമ്മളെ ലൊക്കേഷനിലേക്ക് ഇനി ഒരു 10-20 കിലോമീറ്ററേ ഉള്ളൂ. പറവൂർ ഭാഗത്താണ് ഉള്ളത്. ഇനി എനിക്ക് പോകേണ്ടത് ഇത് ലൊക്കേഷൻ പ്രകാരം മറ്റേ ഇങ്ങോട്ടേക്കാണ്. നമ്മളെ അപ്പം അതിൻ്റെ പേര് പാലാരിവട്ടം. നമ്മളെ മരിച്ചുപോയ ഗതാഗത മന്ത്രി ഉണ്ടാക്കിയിട്ട് പൊളിഞ്ഞു പോയ പാലാരിവട്ടം പാലമില്ലേ, അതിൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ. സക്സസ്ഫുള്ളി അൺലോഡിങ് കഴിഞ്ഞ്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി പേയ്മെൻറ്റ് വരണം. അപ്പം അടുത്ത സ്വാഗത കേന്ദ്രത്തിലേക്ക്, അതായത് നമ്മളെല്ലാം ആൾട്ടേന്നൊരു സ്ഥലമുണ്ട് പാതാളത്ത്, അവിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അവിടെ പോയി അവിടുന്ന് നഗരസഭേൻ്റെ കുളിക്കുന്ന സ്ഥലമുണ്ട്, അവിടുന്ന് കുളിച്ച് മാറ്റി ഇങ്ങനെ കാത്തു വെക്കും അടുത്ത ലോഡ് വരുന്നവരെ. ഇതെല്ലാം നമ്മളുടെ റുട്ടീൻസ്. പോലീസ് ഉണ്ടാകുമോ എന്തോ ഉണ്ട്. ഇത് കണ്ടെയ്നർ റോഡ്.
പാർക്ക് ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വീട്ടിലെത്തും. ഫോർട്ട് കൊച്ചിയിലും പോകാം. അങ്ങോട്ടേക്ക് പോയാലും അങ്ങോട്ടേക്ക് കഴിക്കാൻ ആലുവ. സംഭവം ഞാൻ ഉടായിപ്പോൾ കാണിക്കാൻ പോന്നു. വളക്കുന്നില്ല പ്രതീക്ഷയെല്ലാം ഇങ്ങനെ കയറിയാണ്. വളക്കുന്നുണ്ട്. ബാലുകൊണ്ടടിക്കാമോ? ഹിമവൽ സ്വാമി ശരണം. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഗ്രീസ് അടിക്കണം വണ്ടിക്ക്. പിന്നെ എയർ ചെക്ക് ചെയ്തതാണ്. ഗ്രീസ് അടിച്ചേക്കണം. ഗ്രീസ് കുറേ അടിക്കാത്ത